കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകളെ അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ കാണാൻ മറക്കല്ലേ. ഈ മീനുകളൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു വൈറ്റ് പേപ്പർ പ്ലേറ്റ് എടുക്കാം. പേപ്പർ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു വെള്ളത്തിൻ്റെ കളറ് പോലെ വെള്ളയും നീലയും വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് നല്ലത്. ഞാൻ പിന്നീട് അത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് കുറച്ച് ഗ്രാസും അതുപോലെ സ്റ്റോൺസും ഒക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പേപ്പർ ഫിഷിനെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേറൊരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്ത് കളയുക. അത് ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് എടുക്കുക. ഇതിപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കവറാണ്. ഇതുപോലെ ഇത്തിരി കട്ടിയുള്ള എന്ത് ഷീറ്റ് വേണമെങ്കിലും എടുക്കാം. അതൊരു വട്ടത്തിൽ ഇതിൽ പാകമാവുന്ന പോലെ ഒരു വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സ്റ്റാപ്ലർ വെച്ചിട്ടോ ഗമ്മോ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സൈഡിലായിട്ടും ബ്ലൂ കളർ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ബബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പ്ലേറ്റ് മറ്റേ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതും സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഗ്ലൂ ഗൺ വെച്ചിട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് ഇരിക്കുക ഈ സ്റ്റാപ്ലർ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അക്വേറിയം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പെയിൻറ്റ് അടിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മെറ്റാലിക് ബ്ലാക്ക് കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിൽവർ കളറിലേക്ക് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പെയിൻറ്റ് അടിച്ച് കൊടുക്കുമ്പോൾ അതൊരു മെറ്റാലിക് ഷെയ്ഡായിട്ട് തോന്നും. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ബീഡ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേട്ടാ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അക്വേറിയം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ പിക്സൊക്കെ ഒന്ന് അയച്ചു തരാം. അതിൻ്റെ കൂടെ ഫോട്ടോയും പേരൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവർ അതും അതിൻ്റെ ഒപ്പം അയച്ചു തരണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.